കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ISLന്റെ ഒരു ഡൗൺഫോൾ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ISL ഇങ്ങനത്തെ ഒരു ഡൗൺഫോൾ വരാൻ ആരാ കാരണക്കാരെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഏതാണ്? AFFന്റെ പ്രസിഡന്റ് കല്യാൺ ചൗധരി. അപ്പോൾ പുള്ളി പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ക്യാമ്പയിനിൽ പുള്ളി പറഞ്ഞത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു മെയിൻ ഫുട്ബോൾ പ്ലേയിങ് നേഷനായിട്ട് മാറുമെന്നാണ്. 2047 അതായിരുന്നു അവരുടെ സ്ലോഗൻ, ക്യാമ്പയിനൊക്കെ അല്ല. അന്ന് ഇന്ത്യ 94th റാങ്കിങ്ങിലൊക്കെയാണ് എത്തിയത് ആ സമയം, പുള്ളി കയറുന്ന സമയത്ത് പ്രസിഡന്റായിട്ട്. പക്ഷേ 2047 ഇന്ത്യ ഒരു മെയിൻ ഫുട്ബോൾ പ്ലേയിങ് നേഷനായിട്ട് മാറും എന്ന് പറഞ്ഞ ശേഷം ഇന്ത്യ ഇപ്പോൾ ആക്ച്വലി 138th ആണ്, നേരെ താഴോട്ടാണ് റാങ്കിങ് പോയത്. കംപ്ലീറ്റ്ലി ISL ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിൽ എത്തിക്കുക എന്നുള്ളൊരു പ്ലാനിൽ നിന്ന് കംപ്ലീറ്റ്ലി ISL തന്നെ ഫ്ലോപ്പായി പോവുകയും ഇന്ത്യൻ ടീമിലെ ഒരു ഹൃദയം ഇല്ലാത്ത പോലെയായി. കംപ്ലീറ്റ്ലി 138th റാങ്കിങ് ആലോചിച്ച് നോക്കുക. 94th നിന്ന് 138ലേക്ക് ഇന്ത്യ പോയത്. അത്രയും സാഡ് റിയാലിറ്റിയിലോട്ട് ഇന്ത്യൻ ഫുട്ബോൾ എത്തിക്കഴിഞ്ഞു. ഇതിനൊക്കെ കാരണക്കാരൻ പ്രസിഡന്റ് തന്നെയാണ്. പുള്ളിയോട് രാജിവെച്ച് പോകാൻ പറഞ്ഞിട്ട് കാലം കുറേയായി, വർഷങ്ങളായി, ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഇതിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ള ഒരു അഭിപ്രായം ഒന്ന് തന്നെയായിരിക്കും, അത് ഇതായിരിക്കും. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.